ഒരു ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചിട്ട് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ മക്കൾക്ക്. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കൊടുത്ത് നല്ല ആരോഗ്യത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു ജോലി ആക്കി കൊടുത്ത് അവർക്ക് അവരുടെ തുണകളെ ആക്കി കൊടുത്ത് അങ്ങനെ ഉള്ള ഒരു അച്ഛന് അമ്മ മരണപ്പെട്ടു പോയാൽ പിന്നെ അച്ഛൻ ഒറ്റപ്പെട്ടു അല്ലേ? ഈ അവസ്ഥ ലോകത്തെ എല്ലാ ജനങ്ങൾക്കും വരുന്നതാണ്. ആ രീതിയിൽ 2 മക്കളെ പോറ്റി വളർത്തിയ ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ എല്ലാ ജനങ്ങളും വേദനയോടെ കാണുമ്പോഴും സ്വന്തം മക്കൾ ഒരു നേരം പോലും തിരിഞ്ഞു നോക്കിയില്ല. അയൽവാസികൾ കൊടുത്ത ഭക്ഷണം, അയൽവാസികളുടെ ഒരു പരിചരണം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിച്ച ഒരു പിതാവ് എത്രമാത്രം മാനസികമായിട്ട് വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ പൊന്നു മക്കൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സ്വത്ത് പോലും അവർ കൈക്കലാക്കി. ലാസ്റ്റ് അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ ഒഴിവാക്കി. കാരണം എന്താ പറയുന്നത്, അവർ VVIPകൾ താമസിക്കുന്ന ഏരിയയിലാണ്. അച്ഛൻ്റെ സംസാരവും അച്ഛൻ്റെ പ്രവൃത്തിയും ഒന്നും അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അച്ഛ എന്ന് വിളിക്കാൻ പോലും അവർക്ക് മാനക്കേടാണ്. പക്ഷെ ലോക്കൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലാണ് അച്ഛൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ കുഴപ്പമില്ല, അവിടെ തന്നെ നിന്നോട്ടെ. ഇവർ എന്ന് VIP ആയി? ഈ അച്ഛൻ്റെ മക്കളല്ല ഇവർ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും ആ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാനിടയായി. ഇപ്പോൾ മനസ്സ് സമ്മതിക്കുന്നില്ല, 2 വാക്കെങ്കിലും പറയണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പം അദ്ദേഹത്തെ കുളിപ്പിച്ച് ഒരുക്കി സുന്ദരനാക്കി മുടിയൊക്കെ വെട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഗാന്ധി ഭവന് സ്വീകരിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കാലത്തെ കണ്ണീരിന് ഇന്ന് അദ്ദേഹത്തിന് ഫലം കാണുന്ന ദിവസം അല്ലേ? അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. അതുപോലുള്ള പ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരൊക്കെ കൂടെ നല്ല രീതിയിൽ സംസാരിക്കാനും അവരെ കൂടെ നിന്നിട്ട് അവരെ ടെൻഷൻ ഒഴിവാക്കി അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരൊപ്പം നിൽക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും അതുപോലുള്ള പരിചരണം ഒക്കെ അവിടെ കിട്ടും. എന്തായാലും ഇത്രയും കാലത്തെ ദുരിതത്തിന് ഒരു ആശ്വാസമായി നമുക്കും അയൽവാസികൾക്കും ഒക്കെ. സ്വന്തം മക്കൾക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ടാറ്റ. കോടികളുണ്ടായിട്ടും മക്കൾ തിരിഞ്ഞു നോക്കാത്ത അപ്പൂപ്പൻ ഇനി ഗാന്ധി ഭവന്റെ തണലിൽ കഴിയും. കരയൊന്നും വേണ്ട അപ്പൂപ്പ, കരയണ്ട. എന്തിനാ കരയുന്നേ? സന്തോഷ കണ്ണീരാ? അതെ 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 അതെ. കരയല്ലേ അപ്പൂപ്പൻ, കരയല്ലേ? ഇനി അപ്പൂപ്പൻ പട്ടിണി കിടക്കത്തില്ല, നല്ല വസ്ത്രം ധരിക്കും, നല്ല ആഹാരം കഴിക്കും. ഇങ്ങനെയുള്ള മക്കളെ മുമ്പിൽ കിടക്കുന്നതിനേക്കായി നല്ലല്ലേ എവിടെങ്കിലും കൊണ്ടുപോയി നല്ലോണം കിടക്കുന്നത്. നമുക്കൊരു സന്തോഷം അത് കാണും. ഈ ലോകം മൊത്തം കണ്ടിട്ടും ഈ മക്കൾ തിരിഞ്ഞു നോക്കില്ല ഇതുവരെ. ഈ സമയം വരെ വന്നിട്ടില്ല. എന്തൊരു മക്കളായത്, അവന്മാർക്ക് മക്കളുണ്ടല്ലേ ഇവന്മാർ എന്ത് മനുഷ്യനാണ് ഇവന്മാരൊക്കെ. സന്തോഷമായില്ലയോ? അല്ല, ദൈവകൃപയാണ്. ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഒട്ടനവധി, നിങ്ങൾ എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ കരയൊന്നും വേണ്ട കേട്ടോ. നീ അപ്പൂപ്പ നല്ല ആരോഗ്യത്തോടെ കഴിയും. അജീസ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ അപ്പൂപ്പൻ പോവാണ് കേട്ടോ. ഇത് ഗാന്ധിഭവന്റെ നെടുമ്പന ശാഖയുടെ ഡയറക്ടറാണ് പ്രസന്ന. അദ്ദേഹത്തിനാണ് ഇന്ന് നമ്മൾ ഇതിന്റെ രേഖകൾ കൈമാറുന്നത്. ഇത് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും നമ്മൾക്ക് തന്ന ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ, സാമൂഹ്യനീതി വകുപ്പ് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഗാന്ധിഭവൻ ഏറ്റെടുക്കാൻ തയ്യാറായത്. സ്ഥലമില്ല, എന്നിട്ട് പോലും ഗാന്ധിഭവന്റെ ഇടപെടിയിൽ, അതായത് സാമൂഹ്യനീതിൻ്റെ ഇടപെടിയിൽ ഇന്ന് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രസന്നമ്മയ്ക്ക് ഇത് കൈമാറുകയാണ്. അപ്പോൾ ആള് കുട്ടപ്പനായില്ലയോ? സന്തോഷമായില്ലയോ? കൈ കൊടുക്ക്. അത് മതി. ഗിരീഷ് അതിനകത്തോട്ടൊന്ന് കയറി. ഒരുപാട് സന്തോഷം. അപ്പം പോവുകയാണ് കേട്ടോ. ഇനി ദുരിതപ്പെടുത്തില്ല ഇല്ല സാറേ? ഇല്ല, ഒരിക്കലും ഇല്ല. വിദ്യാസമ്പന്നരായ കോടീശ്വരായ മക്കൾ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഒരു അപ്പൂപ്പനായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേരള സമൂഹം ഒന്നാകെ ചർച്ച ചെയ്തൊരു വാർത്തയാണ് നമ്മുടെ കൊല്ലത്തെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ 85 വയസ്സുള്ള ഈ അപ്പൂപ്പന്റെ വാർത്ത. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതായി അപ്പൂപ്പൻ. ഈ അയൽവാസികളായ നല്ല മനുഷ്യരാണ് ഈ അപ്പൂപ്പന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. സങ്കടകരമായ വാർത്തയായിരുന്നു. ഒരു മകൻ കോടീശ്വരനാണ്, ഒരു മകൻ അധ്യാപകനാണ്. തിരിഞ്ഞു നോക്കത്തില്ല ഈ അച്ഛനെ. അച്ഛന്റെ സ്വത്ത് മാത്രം മതിയായിരുന്നു മക്കൾക്ക്. ആ അച്ഛനെയാണ് ഇന്ന് ഒരു കൂട്ടം നല്ല മനുഷ്യർ വന്ന് ഏറ്റെടുക്കുന്നത്. ഗാന്ധി ഭവനിലേക്കാണ് പോകുന്നത്. ഒരുപാട് സന്തോഷം. GCNലെ ഒരു വാർത്ത, ഒട്ടനവധി ആളുകൾ അനന്തുവിൻ്റെ വീഡിയോ എനിക്ക് കിട്ടുന്നിട്ട് ഇതിൽ ഒന്ന് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. ഗിരീഷുമായി ബന്ധപ്പെട്ട് രാത്രി തന്നെ ഇവിടെ വന്നു. ഈ മനുഷ്യന് ശിഷ്ടജീവിതം ഈശ്വരകൃപയാൽ ഗാന്ധി ഭവനിൽ സുരക്ഷിതമായിരിക്കും, മതിയായ ചികിത്സ നൽകും. പക്ഷേ അടിയന്തരമായി ഈ വിഷയത്തിൽ
RDA ഉൾപ്പെടെ ഇടപെട്ട് ഇദ്ദേഹം കൊടുത്ത ഭൂമികൾ തിരികെ പിടിക്കണം. ഏറ്റവും ആവശ്യം അതാണ്. അതാർക്കും കൊടുക്കാനല്ല, ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തുകൊള്ളുക. അത് ഗാന്ധിഭവന് വേണ്ട. ഈ ഇടപെടലുകൾ മുഴുവൻ പെട്ടെന്ന് തന്നെ ഗാന്ധിഭവന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇത് വളരെ സ്പീഡായത്. മക്കളുടെ പേരെന്തോ പൂവ? മൂത്ത മോന്റെ പേര് അനിൽകുമാർ, ഇളയ മോന്റെ പേര് അജിത് കുമാർ. അജിത് കുമാർ. രണ്ടുപേർക്ക് അപ്പൂപ്പനെ വേണ്ട. ഓർമ്മ വേണം, എല്ലാവരും ഓർമ്മ വേണം. മക്കൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ചിട്ട് അടിയന്തരമായിട്ട് നിയമ നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് മക്കൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. നിയമ നടപടി ആലോചിച്ച് സ്വീകരിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത്ര സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ അത്ര ഭയാനകമായിരുന്നു. എന്തായാലും എടുത്തത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നമുക്കൂടെ സത്യം പറഞ്ഞാൽ ആ ഒരു മനസ്സ് നിറഞ്ഞിരിക്കുക. കാരണം ഇത് ഓരോ ദിവസം വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വീട്ടിൽ പോകുമ്പോൾ പോലും നമുക്ക് ഇതായിരുന്നു ചിന്ത, എന്താവും എന്നുള്ള ഓരോരുത്തർക്കും അവസ്ഥയാണ്, ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ അവസ്ഥയാണ്. പക്ഷെ എന്താണെങ്കിലും വളരെ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അപ്പോൾ അപ്പൂപ്പനെ നമ്മൾ ഏറ്റെടുക്കുവാണല്ലേ? നമ്മൾ ഏറ്റെടുക്കുകയാണ്. നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിലോട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ആദരണീയനായ ഞങ്ങളുടെ ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നത്. ഈ അച്ഛൻ്റെ സ്വത്തുക്കൾ തിരിച്ച് അച്ഛൻ്റെ പേർക്ക് തന്നെ എഴുതി കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോകേണ്ടുന്നത്. അതാണ് ഒട്ടും നേരമില്ല എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇനി അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നിയമം പരിപാടികൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അത് നല്ല തീരുമാനം തന്നെയാണ്. എന്തായാലും അധ്വാനിച്ച് ചോരനീരായിട്ട് അധ്വാനിച്ച മുതലെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കലാക്കണം. അപ്പം ആ വേദനയെങ്കിലും മാറുമല്ലോ. ഞാൻ അധ്വാനിച്ച മുതലെടുത്ത് അധ്വാനിച്ച് വളർത്തിയ മക്കളും എന്നിട്ട് പോയി. പണമുണ്ടെങ്കിലല്ലേ ആ ആൾക്ക് വില ഉള്ളൂ ഇന്ന് സമൂഹത്തിൽ. അതുകൊണ്ടാണല്ലോ അതേസമയം ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ മക്കൾ എപ്പോഴും വന്ന് പോകുമായിരുന്നു, എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട്. അതില്ല, അത് അവർ കൈക്കലാക്കിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ആക്കിയത്. അപ്പോൾ അത് അദ്ദേഹത്തിന് തിരിച്ചു നൽകണം. അത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹം. അത് അങ്ങനെ തന്നെ ആവട്ടെ. അത് നല്ലൊരു നിയമം തന്നെയാണ്, നല്ലൊരു നീതി തന്നെയാണ്. എന്നാൽ തന്നെ അദ്ദേഹത്തിന് ആ നീതി കിട്ടുകയുള്ളൂ. എങ്കിലും ഇനി അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിന് ആരാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ, ആർക്കാണ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ അദ്ദേഹം തന്നെ അത് വാക്കാലെ പറഞ്ഞ് അതുപോലെ കാര്യങ്ങൾ നടത്തണം. എന്നാലും വലിച്ചെറിഞ്ഞാൽ പോലും, അനാഥർക്ക് കൊടുത്താൽ, മറ്റുള്ളവർക്ക് കൊടുത്താൽ പോലും അത് ഒരിക്കലും സ്വന്തം മക്കൾക്ക് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പറയണം കേട്ടോ.